8 മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. 2026 കേരളം ആര് പിടിക്കും? LDF ഓ UDF ഓ? BJP എത്ര സീറ്റുകൾ കേരളത്തിൽ നേടാൻ സാധ്യതയുണ്ട്? അങ്ങേക്ക് എന്താണ് ഇതേക്കുറിച്ചൊന്ന് പറയാനുള്ളത്? ഞാൻ അതിനെക്കുറിച്ചൊരു നിരീക്ഷണം നടത്തിയാൽ കേരളം 26 ആര് ഭരിക്കണമെന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിക്കും. നിങ്ങൾക്ക് തോന്നാം എന്താ അങ്ങനെ ഒരു അതെ, കോൺഗ്രസ്സുകാർ എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉയരും. എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ കൃത്യമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കുകയും ഗ്രൂപ്പ് വഴക്കില്ലാതെ എതിർഭാഗത്ത് നിൽക്കുന്നവരെ, ജയിക്കാൻ സാധ്യതയുള്ളവരെ കാലുവാരാതെ ആത്മാർത്ഥമായിട്ട്, ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂർ. കഴിഞ്ഞ വർഷം നിലമ്പൂർ PV അൻവർ ജയിക്കാനുള്ള കാരണം തന്നെ UDF സ്ഥാനാർത്ഥിയെ UDF സംവിധാനത്തിൽ നിന്നുകൊണ്ട് കാലുവാരിയതാണ്. അതുകൊണ്ടാണ് 2600 വോട്ടുകൾക്ക് തോറ്റുപോയത്. വിജയത്തിനോട് അടുത്ത് വന്ന ശേഷം തോൽവി വഴങ്ങേണ്ടി വന്ന സാഹചര്യം VV പ്രകാശ്, കൃത്യമായിട്ട് പറഞ്ഞാൽ VV പ്രകാശിനെതിരെ ആര്യാടൻ ഷൗക്കത്ത് പ്രവർത്തിച്ചതാണ്. അതൊരു നഗ്ന സത്യമാണ്. ഇന്നിപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ആളുകളത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സത്യം അതാണ്. നേരെ മറിച്ച് VS ജോയി ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിച്ച രീതി കോൺഗ്രസ്സുകാർ മാതൃകയാക്കിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 സീറ്റ് UDFന് കിട്ടാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരം, ഒരു ഇടത് വിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ട് എന്നാണ് അങ്ങ് കരുതുന്നത്? 100%. അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാം ചാനലിലോ അല്ലെങ്കിൽ വളരെ സാങ്കത്യത്തോടുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ചർച്ചകളിലെല്ലാം ഉന്നയിക്കുന്ന വാദമായിരിക്കും. നേരെ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലൂ, സാധാരണക്കാരോട്, സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കൂ, അവരുടെ മനസ്സിലുള്ള നിങ്ങൾ മനസ്സിലാക്കൂ. ഇതുതന്നെയാണ് ഈ സർക്കാർ എത്രയും പെട്ടെന്ന് നാളേക്ക് നാളെ ഇറങ്ങിപ്പോയാൽ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷവും. നേരെ മറിച്ച് ഇടതുപക്ഷ അനുകൂല സംഘടനകളും CPIM-ഉം CPIയിൽ കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഈ കാര്യം മനസ്സിലാക്കിയ ആളുകളുണ്ട്. CPM-ലും യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന കുറേ പേര് CPIയിലുണ്ട്, CPM-ലും ഉണ്ട്. പക്ഷെ CPM-ൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതലാളിയെ നോക്കി, തമ്പുരാനെ നോക്കി ഇത് തെറ്റാണെന്ന് പറയാൻ ആർജവമുള്ള ആളുകളുടെ എണ്ണം കുറവാണ്. രാജാവ് നഗ്നനാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്, കുട്ടി പോലും വലിയ ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞു കഴിഞ്ഞുള്ള പ്രശ്നം ഇപ്പം നമ്മൾ ഈ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ കെട്ടിടം തകർന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ആളുകൾ ശക്തമായ വിമർശനം പരസ്യമാക്കുകയാണ്. അതായത് കോട്ടയം ജില്ലാ കമ്മിറ്റി തന്നെ ശക്തമായിട്ട് അക്കാര്യത്തിൽ മന്ത്രിക്കും വകുപ്പിനും എതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു എന്ന് പറയുന്നത് പൊതുമാധ്യമങ്ങളിലാണ്. മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാവരുടെയും മുമ്പിലാണ്. അല്ലാതെ അടച്ചിട്ട മുറിക്കുള്ളിൽ അവരുടെ പാർട്ടി മീറ്റിങ്ങുകളിലെ വിമർശനമല്ല, പൊതുവായി പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാധ്യമങ്ങളിൽ കൂടിയാണ് അവർ ഈ വിമർശനം ഉന്നയിക്കുന്നത്. സംഭവിച്ചത് എന്താണ്? ആ വിമർശനം ഉന്നയിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇനി പാർട്ടിയിൽ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള അണികൾ ഇതാണ് ഏറ്റവും നല്ല ഭരണം, യൂറോപ്പാണ്, അമേരിക്കയാണ്, ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് സ്തുതിപാഠകരുടെ സംഘം അതെല്ലാ പാർട്ടികളിലും ഉണ്ട്. പക്ഷേ UDFിലോ കോൺഗ്രസ്സിലോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മുസ്ലിം ലീഗിൽ ഒരു പരിധിവരെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നേതൃത്വത്തിനെതിരെ വിമർശനം പരസ്യമായി ഉന്നയിക്കുന്ന ആളുകൾ പ്രസിഡന്റിനേക്കാൾ അധികാരം കൂടുതൽ സംസ്ഥാന പ്രസിഡന്റിനാണ് അവിടെ. അത് അവരുടെ പാർട്ടി സെറ്റപ്പ് അങ്ങനെയാണ്. അത് എല്ലാവരും തൃപ്തരാണ്, എന്ന് വെച്ചാൽ മതി. പക്ഷെ കോൺഗ്രസിൽ അങ്ങനെയല്ല. കോൺഗ്രസിൽ അത്യാവശ്യം ഉൾപ്പാട്ട് ജനാധിപത്യം ഉണ്ടെന്ന് പറയുകയും ചില സമയത്തെങ്കിലും നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. ഉൾപ്പാട്ട് ജനാധിപത്യം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം ഈ ശശി തരൂരിന്റെ കാര്യത്തിൽ എന്താണെന്നുള്ളതാണ്. ശശി തരൂരിനെ ഇഷ്ടമുള്ള ഒരു നേതാവും കേരളത്തിലെ കോൺഗ്രസിലില്ല എന്നുള്ളതാണ് എനിക്കുള്ള മറുപടി. ആരുമില്ല എന്ന് പറയുമ്പോൾ 1-2 പേരെ നമ്മൾ ഒഴിവാക്കി നിർത്തണം. നമ്മുടെ കോഴിക്കോട് MP രാഘവൻ, പിന്നെ വേറെ 1-2 പേരൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയോ അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ മഹാഭൂരിപക്ഷ ആളുകളും ഈ ശശി തരൂർ പാർട്ടിക്ക് ഭാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമീപനം മാറ്റിയാൽ, അല്ലെ കഴിവുള്ളവർ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുകയും വിശാല മനസ്സ്
ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഗ്രൂപ്പ് ഭേദമന്യേ ഫീൽഡ് ചെയ്യിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും 2026 വരാൻ പറ്റും. UDF-ന് പൊതുവെ മലബാറിൽ പ്രത്യേകിച്ച് ലീഗിന്റെ പിന്തുണ കൂടെ ഉള്ളതുകൊണ്ട് UDF-ന് സീറ്റുകൾ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങോട്ട് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോഴാണ്, പ്രത്യേകിച്ച് മധ്യഭാഗത്തും തെക്കൻ ജില്ലകളിലുമാണ് UDF-ന് പൊതുവെ പതറുന്നത്. കഴിഞ്ഞ 2021 നമ്മളത് കണ്ടതാണ്. ഇക്കുറി ഈ തെക്കൻ ജില്ലകളും ഈ മധ്യമേഖലയും എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇവർ ഫീൽഡിൽ ഇറങ്ങി പണിയെടുത്തു കഴിഞ്ഞാൽ പൊട്ടാത്ത കോട്ടകളില്ല. ഞാനൊരു UDF-കാരൻ എന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിലല്ല വർത്താനം പറയുന്നത്. ഞാൻ പൊതുവായിട്ട് രാഷ്ട്രീയത്തെ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്കാണ്. മഹേഷ് കരുനാഗപ്പള്ളി എങ്ങനെയാണ് ജയിച്ചത്? സ്വാഭാവികമായിട്ടും തോറ്റുപോയ മണ്ഡലത്തിൽ 5 വർഷം അവിടെ നിന്ന് പ്രവർത്തിച്ച് അവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാണ് ജയിച്ച ആളാണ്. എന്റെ സുഹൃത്താണ്. സ്വാഭാവികമായിട്ടും മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ ഇതിനൊരു സഹായമായി എന്നുള്ള നമ്മൾ വിസ്മരിക്കരുത്. എങ്കിൽ പോലും ആ മഹാഭൂരിപക്ഷം കിട്ടാനായിട്ട്, അതും ഇടതു കോട്ട, മലബാർ കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി കുണ്ടറയാണ്. മലബാർ കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് CPM-ന് എടുത്തു പറയാൻ പറ്റുന്ന ഉരുക്കു കോട്ടകൾ ഒന്നാണ് കുണ്ടറ. അവിടെയാണ് ഇദ്ദേഹം PC വിഷ്ണുനാഥ് മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത്. മഹേഷ് കരുനാഗപ്പള്ളിയിൽ അവിടെ തന്നെ നിന്ന് CPI-യുടെ സിറ്റിംഗ് MLA ആണ് തോൽപ്പിച്ചത്. അപ്പോൾ നല്ല രീതിയിൽ സ്ഥാനാർത്ഥികൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഫീൽഡ് ചെയ്യിക്കുകയും അവരെ തോൽപ്പിക്കാൻ കോൺഗ്രസ്സുകാർ തന്നെ പണിയെടുക്കാതിരിക്കുകയും ചെയ്താൽ 2026 തീർച്ചയായിട്ടും UDF ഭരണത്തിൽ വരും. ഈ BJP കേരളത്തിൽ ഇപ്പോൾ ഏതാണ്ട് 20% വോട്ട് എത്തി നിൽക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കാണ് ഞാൻ പറയുന്നത്. 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏതാണ്ട് 14% ഉള്ളൂ. അപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? BJP ഈ പറഞ്ഞ വോട്ടിംഗ് ശതമാനം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ BJP-ക്ക് എത്ര സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്? കാലാകാലങ്ങളെ നമ്മൾ കണ്ടുവന്ന BJP-യുടെ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിൽ ഒരു സീറ്റും നേടാനായിട്ട് അവർക്ക് സാഹചര്യം ഒരുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ സാഹചര്യങ്ങൾ മാറി വന്നത് നമ്മൾ കാണാതിരിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു UDF മണ്ഡലത്തിൽ അല്ലെങ്കിൽ LDF-ന് എല്ലാ നിയമസഭാ സീറ്റുകളുമുള്ള ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 60,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റിയത്. 2 കാരണങ്ങളാണ്. ഒന്ന്, സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം. സുരേഷ് ഗോപി എല്ലാ ദിവസവും ഇലക്ഷൻ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇലക്ഷൻ നടന്ന അന്ന് വരെ എല്ലാ ദിവസവും നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ മീഡിയകളിൽ നിറഞ്ഞു അദ്ദേഹത്തിലേക്ക് വോട്ട് ഒഴുകിയെത്തി. ഒപ്പം തന്നെ ഞാൻ മനസ്സിലാക്കിയത് 10,60,000-ഓളം വോട്ടുകൾ BJP അവിടെ ആ മണ്ഡലത്തിൽ പുതുതായിട്ട് ചേർത്തു എന്നുള്ളതാണ്. അതേ കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മാതൃകയാക്കാവുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് ഒരു ദിവസം രാവിലെ കോൺഗ്രസ്സുകാരാണ് അല്ലെങ്കിൽ ഹൈക്കമാൻഡിൽ നിന്ന് പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് ഖദറുവിട്ട് വന്നാൽ ജയിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് കുറച്ച് നേരത്തെ തന്നെ, മിനിമം ഒരു 3 മുതൽ 6 മാസം മുമ്പ് വരെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ ഏറെക്കുറെ നടത്തി നല്ല രീതിയിൽ കുറച്ച് കാൻഡിഡേറ്റ്സിനെ പൊതുജനങ്ങൾക്കും കൂടി തൃപ്തരായ, അല്ലെങ്കിൽ ഏതെങ്കിലും പങ്കുവയ്ക്കലിൻ്റെ ഭാഗമായിട്ട് കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികളെ മാറ്റി പൊതുജനങ്ങൾക്കും കൂടി സ്വീകാര്യനായ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ച് പരിചയം അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്നത് BJP-ക്ക് സാധ്യതയുണ്ട് എന്ന്. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ UDF LDF സംവിധാനത്തെ മറികടക്കാനായിട്ട് അവർക്കായിട്ടില്ല. നിങ്ങളൊന്ന് നോക്കൂ, LDF-ൽ എത്ര പാർട്ടികളുണ്ട്, UDF-ൽ എത്ര പാർട്ടികളുണ്ട്. ഒറ്റയ്ക്ക് നിന്നാൽ 50 വോട്ട് പോലും കിട്ടാത്ത ആളുകളാണ് ഈ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് LDF-ൽ UDF-ലേക്ക് ഉള്ളത്. നേരെ മറിച്ച് BJP എന്ന പാർട്ടി ഒറ്റയ്ക്കും, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, BDJS അതിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അച്ഛൻ വെള്ളാപ്പള്ളി നടേശൻ വരെ പരസ്യമായിട്ട് LDF-ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. UDF-നെ തകർക്കാൻ കോൺഗ്രസ് വിമുക്ത ഭാരതം സ്വപ്നം കാണുന്ന BJP-ക്ക് 1 or 2 പ്രാവശ്യം കൂടി ഇനി ഇവിടെ LDF വന്നാലും പ്രശ്നമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നാമാവശേഷമാകണം. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് അവർ കുഴിച്ച കുഴിയിൽ വീഴാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആളുകളാണ്. അതിനൊരു മാറ്റം വന്നാൽ CPM BJP ബാന്ധവം ഒളിഞ്ഞും തെളിഞ്ഞും ഒരുപാട് നാളായിട്ട് ഇവിടെ നടക്കുന്നതാണ്. ആരും അത് സമ്മതിക്കില്ല എന്ന് മാത്രം. നേരെ മറിച്ച് ഇവിടെ ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. അഖിലേന്ത്യാ തലത്തിലായാലും കേരളത്തിലായാലും BJP-യോട് കൂട്ടുകൂടാത്ത ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്
UDF ആണ്. UDF എസ്പെഷ്യലി കോൺഗ്രസ് ആണ്, മുസ്ലിം ലീഗാണ്. ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ കക്ഷികളും BJP ആയിട്ട് കേരളത്തിലല്ലെങ്കിൽ കേന്ദ്രത്തിലല്ലെങ്കിൽ പുറത്ത് സംസ്ഥാനങ്ങളിലെല്ലാം കൂട്ടിച്ചേർന്നിട്ടുണ്ട്. അത് നമുക്ക് പഴയ കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന് താഴെ ഇറക്കാനായിട്ട് ഈ എല്ലാ മുഖ്യമന്ത്രിമാരും ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിലെ എല്ലാ നേതാക്കന്മാരും ഒന്നിച്ചിരുന്ന് അദ്വാനിയും എന്താ പറയുക വാജ്പേയിയും EMS എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമാണ് ഇന്ന് ഈ മോദി സർക്കാർ. അത് അവർ സമ്മതിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങിയെടുത്ത് അഖിലേന്ത്യാ തലത്തിൽ മെച്ചമുണ്ടാക്കിയത് BJP ആണ്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസ് തകർന്നതിന്, അല്ലെങ്കിൽ കോൺഗ്രസ് ശക്തിയോടുകൂടി നിൽക്കുന്നതിൻ്റെ ഒരു പ്രശ്നം BJPക്കുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഒരു കാരണവശാലും അടുത്തെങ്ങും BJPക്ക് വ്യക്തമായിട്ടുള്ള ഒരു MLA-മാരെ നമ്പേഴ്സ് കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.